സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നത് കുറച്ച് നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. രാഹുൽ ഗാന്ധിയെ എല്ലാം കൊണ്ടും വായടപ്പിക്കാനുള്ള ശ്രമമാണ് അതിൽ കൂടെ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരുന്നത്. ആ വിഷയം എന്താണ് അകത്ത് ശരിക്കും യഥാർത്ഥത്തിൽ എക്സാക്ട്ലി എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും പലർക്കും അറിയില്ല. പിന്നെ ആ വാർത്തയെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുള്ള മറ്റു വാർത്തകളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പലതും. ആക്ച്വലി അതിനകത്ത് നടന്ന ശരിക്കുള്ള യഥാർത്ഥത്തിൽ ആ സംഭവം എന്തായിരുന്നു സർ? അത് ഫെബ്രുവരി 2-ാം തീയതി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ വായിക്കാൻ അനുവദിക്കാതിരുന്ന മേധാവി മനോജ് മുകുന്ദ് നരവാനയുടെ 4 Stars of Destiny എന്ന ബുക്കിലെ ആ ഭാഗം ഞാൻ പറയാൻ പോവുകയാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയെ വായിക്കാൻ അനുവദിക്കാതിരുന്ന ഭാഗം. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് വായിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന്. കാരണം ഇവരുടെ എല്ലാ സോക്കോൾഡ് ദേശസ്നേഹ ജാടകളും പൊളിഞ്ഞു വീഴുന്നതാണ്. അതാണ് ആ ഭാഗം. അത് എഴുതിയിരിക്കുന്ന ആരാണ്? മുൻ ആർമി ചീഫ്, വെറുതെ സാധാരണ ഹൂ ഹാഡ് ഏറ്റവും ഇൻസൈഡ് ഇൻഫർമേഷൻ ഉള്ള ഒരാള്. അയാളുടെ ഡയറക്റ്റ് അനുഭവമാണ് അയാൾ പറയുന്നത്. ഇതാണത്. 2020 ആഗസ്റ്റ് 31-ാം തീയതി രാത്രി 8:15 നോർത്തേൺ കമാൻഡിന്റെ ചുമതലയുള്ള ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷിക്ക് ഒരു ഫോൺ സന്ദേശം വന്നു. അതിതാണ്: കിഴക്കൻ ലഡാക്കിലെ റെയ്ച്ചിൻ ല REICHIN നെക്സ്റ്റ് വേർഡ് ഈസ് LA റെയ്ച്ചിൻ ല ലക്ഷ്യമാക്കി 4 ചൈനീസ് ടാങ്കുകളും കാലാൾപ്പടകളും നീങ്ങുന്നു. ഇതാണ് ആ മെസ്സേജ്. ആർക്ക് കിട്ടുന്നത്? ഈ നോർത്തേൺ കമാൻഡിന്റെ ചുമതലയുള്ള ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷിക്ക് കിട്ടുന്നത്. ഉടൻ തന്നെ യോഗേഷ് ജോഷി ഇക്കാര്യം കരസേനാ മേധാവി ആയിരുന്ന അന്നത്തെ ജനറൽ മുകുന്ദ് നരവാനെ അറിയിക്കുന്നു. പ്രശ്നത്തിന്റെ ഗൗരവം നരവാനയ്ക്ക് മനസ്സിലായി. കാരണം ടാങ്കുകൾ നീങ്ങുന്നത് കൈലാസ് റേഞ്ചിലേക്കാണ്. അതിന് 500-600 മീറ്റർ അകലെയാണ് ഇന്ത്യൻ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇന്ത്യൻ പട്ടാളം വളരെ തന്ത്രപരമായ കൈലാസ് റേഞ്ച് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ നിന്ന് തിരികെ പിടിച്ചെടുത്തത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ ഭാഗത്ത് ഉള്ള ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇതിനെ തുടർന്നിട്ട് ഇന്ത്യൻ പട്ടാളം താക്കീതിനെന്ന വണ്ണം ഇലൂമിനേറ്റിംഗ് ഷോട്ട് വെച്ചു. അപ്പൊ ഇലൂമിനേറ്റിംഗ് ഷോട്ട് എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ ആ പ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് ഉണ്ടാകരുതെന്നായി പറയണത്. വെടിവയ്പ് അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഈ മൂവ്മെന്റ് വന്നപ്പോൾ വെടിവെച്ചിട്ടില്ല, ബട്ട് ദർ വാസ് എ മൂവ്മെന്റ്. അപ്പം ഇന്ത്യൻ പട്ടാളം താക്കീതിനെന്ന വണ്ണം ഇലൂമിനേറ്റിംഗ് ഷോട്ട് വെച്ചു. അപ്പൊ ആ പ്രദേശത്ത് വെളിച്ചം വിതറാൻ വെക്കുന്ന അപായകരമല്ലാത്ത ഗൺ ഫയർ ആണ് ഇലൂമിനേറ്റിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. അത് പാരച്യൂട്ട് ഘടിപ്പിച്ച മഗ്നീഷ്യം നിറച്ച ഷെല്ലാണ് ഈ ഇലൂമിനേറ്റിംഗ് ഷോട്ട്. ഇത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 500 മുതൽ 700 മീറ്റർ ഉയരത്തിൽ വരെ ചെന്ന ശേഷമാണ് ഇത് കത്തുന്നത്. അങ്ങനെ കത്തുമ്പോൾ 30 മുതൽ 120 സെക്കൻഡ് വരെ ആ പ്രദേശത്ത് പ്രകാശം പരത്തും. അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മെഴുകുതിരികൾ ഒന്നിച്ച് കത്തിച്ചാലുള്ള പ്രകാശം പരത്താൻ ഇതിന് കഴിയും. വലിയ ഒരു മേഖലയിൽ ഇത് പ്രകാശം പരത്താം. നമ്മൾ അവരുടെ മൂവ്മെന്റ് നമ്മൾ രാത്രിയാണ് കൂടുതൽ മോണിറ്റർ ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും നമ്മളിത് കണ്ടു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രോസസ്സാണിത്. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ട് ചൈനീസ് ടാങ്കുകൾ മുന്നോട്ട് നീങ്ങി. ആശങ്ക അറിയിച്ചുകൊണ്ട് കരസേനാ മേധാവി ഈ നരവാനെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്, അന്ന് 3 കൂടെ ചീഫ് ഉണ്ടായിരുന്നു, ബിപിൻ റാവത്ത്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരെ ഫോണിൽ ബന്ധപ്പെട്ടു. രംഗം വഷളായാണ്. കാരണം എന്ന് വെച്ചാല് നമുക്ക് അതുണ്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നെങ്കിലേ യുദ്ധം തുടങ്ങാവൂ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആ യുദ്ധം നടത്തുന്ന മിലിറ്ററി എയർഫോഴ്സ് അവരാണ്. പക്ഷെ അതിന്റെ ഇടയിലാണ് പണ്ട് ഓർമ്മയില്ലേ, നമ്മൾ യുദ്ധം നടന്ന സമയത്ത് റഡാറിൽ ഇത് വരത്തില്ല, അതുകൊണ്ട് ഞാൻ കയറി അടിച്ചോളാൻ പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞ ഓർമ്മയില്ലേ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ആരും പറയത്തില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, യുദ്ധം തുടങ്ങാനും അവസാനിപ്പിക്കാനും പൊളിറ്റിക്കൽ ഡിസിഷനാണത്. അപ്പൊ നിലവില് ആ യുദ്ധം പൊളിറ്റിക്കൽ ഡിസിഷൻ കിട്ടാതെ നമ്മൾ യുദ്ധം തുടങ്ങാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ രംഗം വഷളാകുകയായിരുന്നു. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൽ നിന്നോ വ്യക്തമായ നിർദ്ദേശം നരവാനയ്ക്ക് കിട്ടുന്നില്ല. അതേസമയം മുകളിൽ നിന്ന് വ്യക്തമായ ഉത്തരവ് കിട്ടുന്നതുവരെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വെടി വയ്ക്കരുത് എന്ന് നരവാനയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. 9:10
എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നോർത്തേൺ കമാൻഡ് ചുമതലയുള്ള യാഗേഷ് ജോഷി വീണ്ടും നരവാനെ ഫോണിൽ ബന്ധപ്പെട്ടു. വീണ്ടും പല പ്രാവശ്യം നരവാനെ രാഷ്ട്രീയ നേതൃത്വത്തെയും ചീഫ് ഓഫ് ഡിഫൻസിനെയും സ്റ്റാഫിനെയും ബന്ധപ്പെട്ടു. 9:25 നരവാനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വീണ്ടും വിളിച്ചു. വ്യക്തമായ നിർദ്ദേശം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിളിച്ചത്. എന്നാൽ രാജ്നാഥ് സിംഗ് വ്യക്തമായ ഒരു മറുപടിയും കൊടുത്തില്ല. മുകളിൽ നിന്നുള്ള ഉത്തരവിന് കാത്തിരിക്കാനാണ് പറഞ്ഞത്. ഈ സമയം ചൈനീസ് ടാങ്കുകൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. റീച്ച് ലായുടെ 100 മീറ്റർ മാത്രം വരെ ദൂരം ടാങ്കുകൾ എത്തി. 10 മണി കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവ് നരവാനയ്ക്ക് കിട്ടി. നരേന്ദ്രമോദിയുടെ ഉത്തരവ് പ്രതിരോധ മന്ത്രി വഴിയാണ് കിട്ടിയത്. ഉത്തരവ് ഇതായിരുന്നു, ഹിന്ദിയിലാണ്, ജോ ഉചിത് സമച്ചോ ഓ കരോ, അതായത് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കരസേനാ മേധാവി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം ആവശ്യപ്പെട്ടപ്പോൾ 2 മണിക്കൂറിലേറെ കഴിഞ്ഞു വന്ന നിർദ്ദേശം ഇതാണ്, ഉചിതമായത് ചെയ്തു കൊള്ളുക. ഈ നിർദ്ദേശത്തെ ഹോട്ട് പൊട്ടറ്റോ എന്നാണ് നരവാനെ തന്റെ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹോട്ട് പൊട്ടറ്റോ എന്നാൽ ഒരു ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം an issue that makes everyone uncomfortable എന്നാണ്. കാരണം ചൂടിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് വെക്കാനൊക്കില്ല, ഇടാനൊക്കില്ല, ഒന്നും ചെയ്യാനൊക്കില്ല. അതാണ്, അങ്ങനെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയ നേതൃത്വം പട്ടാളത്തെ കൈവിട്ടെന്നും തനിച്ചു നിൽക്കാൻ നിർബന്ധിതമാക്കി എന്നുമാണ് നരവാനെ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അബാൻഡൻഡ് ആർമി, വി ഫെൽറ്റ് ദാറ്റ് ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അബാൻഡൻഡ് ആർമി, ഞങ്ങൾക്ക് വി വെയർ ഫോഴ്സ്ഡ് ടു സ്റ്റാൻഡ് എലോൺ. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പറയാൻ പോയതും എന്നാൽ പറയാൻ അനുവദിക്കാതിരുന്നതുമായ കാര്യങ്ങൾ. ഈ ആക്രമണത്തിൽ ഇന്ത്യക്ക് 20 പട്ടാളക്കാരെ നഷ്ടമായി. മാത്രമല്ല ഇന്ത്യയുടെ ഗൽവാൻ മേഖലയിലെ 20 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന കൈക്കലാക്കി. ഇന്ത്യൻ ഭൂമി ചൈനീസ് പട്ടാളം കൈക്കലാക്കിയതിനെ കുറിച്ച് ഈ ഭാരത് ജോഡോ യാത്ര സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പല പ്രാവശ്യം. അപ്പോ ആരും അതിർത്തി കടന്ന് വന്നിട്ടില്ല, ആരും ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പരിഹാസ രൂപേണ മോദി പറഞ്ഞത്. അതൊരു നുണയായിരുന്നു. കാരണം 2 രാജ്യങ്ങളും തമ്മിൽ തുടർന്ന് ഇതിന് ശേഷം ഉണ്ടായ മിലിറ്ററി ആൻഡ് ഡിപ്ലോമാറ്റിക് ചർച്ചകളെ തുടർന്ന് താൽക്കാലിക ബഫർ സോൺ ഉണ്ടാക്കിയെന്ന് 2024 ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ ഇതിനുശേഷം 2 പേരും തമ്മിലുള്ള മിലിറ്ററി ഡിപ്ലോമാറ്റിക് ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇല്ലല്ലോ. ഒരു ടെമ്പററി ബഫർ സോൺ ഉണ്ടാക്കുന്ന ഡിക്ലെയർ ചെയ്യുന്ന പ്രസക്തി ഇല്ലല്ലോ. ഒരു തരത്തിലുള്ള ട്രസ്പാസിംഗ് നടന്നിട്ടില്ലെങ്കിൽ. പക്ഷെ അതുണ്ടായി. അപ്പം രാജ്യത്തോട് കള്ളം പറഞ്ഞു, ഒന്നും ആരും എടുത്തിട്ടില്ല. ഇന്ത്യക്ക് ഒരു തുണ്ടി ഭൂമി പോലും നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞ മോദി പിന്നെ എന്തിനായിരുന്നു ചൈനയുമായി ചർച്ച നടത്തിയെന്ന് വിശദീകരിച്ചിട്ടേ ഇല്ല. മാത്രമല്ല പല ഇൻഡിപെൻഡന്റ് അനലിസ്റ്റുകളും പറയുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പുതിയ ബഫർ സോൺ വഴി ഇന്ത്യക്ക് സ്വന്തം ഭൂമി നഷ്ടമായി എന്നാണ്. അങ്ങനെ 20 പട്ടാളക്കാർ മരിക്കാനും 20 സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയുടെ മണ്ണ് നഷ്ടമാക്കാനും ഇടവരുത്തിയത് രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യൻ പട്ടാളത്തിന് നിർണായക സമയത്ത് ചതിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് ഞാനല്ല പറയുന്നത്, അത് പറയുന്നത് ആർമി ചീഫായിരുന്ന നരവാനെയാണ് പറയുന്നത്. ഇക്കാര്യങ്ങളാണ് നരവാനയുടെ പുസ്തകത്തിലുള്ളത്. ഇതൊന്നും പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ് ഗവൺമെന്റ് ശാഠ്യം പിടിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ദില്ലി പോലീസ് പബ്ലിഷ് ചെയ്യാത്ത പുസ്തകത്തിലെ ഭാഗം എങ്ങനെ ലീക്കായി എന്നതിന് കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അവർ പെൻഗ്വിൻ റാൻഡം ഹൗസ് പബ്ലിഷിംഗ് കമ്പനി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. പുസ്തകത്തിലെ അതിഭീകരമായ വസ്തുക്കളെ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ പട്ടാളത്തെ ഗവൺമെന്റ് നിർണായക സമയത്ത് കൈവിട്ടു എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ആർമി ചീഫായിരുന്ന നരവാനെ പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് ഗവൺമെന്റ് സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സേവകരാണ് ഗവൺമെന്റ് സ്പീക്കറുമൊക്കെ. ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്താണ്? ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിർണായക ഘട്ടത്തിൽ കൈവിട്ടു എന്ന് കരസേനാ മേധാവി തന്നെ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. അതുകൊണ്ടാണ് 1.5 വർഷമായി പബ്ലിഷ് ചെയ്യാനുള്ള NOC കിട്ടാൻ വേണ്ടി ഗവൺമെന്റിനെ ഈ ബുക്കിന്റെ
ഡീറ്റെയിൽസ് കൊടുത്തിട്ടും ഗവൺമെന്റ് അത് കൊടുക്കുന്നില്ല. കാരണം ഇത് പബ്ലിഷ് ചെയ്തു വന്നാൽ ഇതിനപ്പുറവും ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള അവകാശത്തിന് അപേക്ഷ സമർപ്പിച്ച ശേഷം മറ്റ് 20ഓളം ഇത്തരം അപേക്ഷകൾ സർക്കാർ അനുമതി നൽകി. ഇതിന് മാത്രം അനുമതിയില്ല. കാരണം ഇത് ഭാരതാംബയുടെ മക്കൾ രാജ്യത്തെ പട്ടാളത്തെ വഞ്ചിച്ചതിന്റെ ചരിത്രമാണ്. ഇതെങ്ങനെ ലീക്കായി എന്നാണ് ദില്ലി പോലീസ് ഇപ്പൊ അന്വേഷണം നടത്തുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കേരളത്തിൽ മാത്രമല്ല, ദില്ലിയിലും പോലീസ് നേതൃത്വത്തിൽ അടിമകളും പോഴന്മാരുമാണ് എന്നത്. ഇതാണ് അതിന്റെ ഒരു ഇഷ്യൂ. അതാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, സംസാരിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നു. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബുക്കിന്റെ, അതായത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബുക്ക് പത്രങ്ങൾക്ക് കൊടുക്കും ഈ പബ്ലിഷേഴ്സ്. ഇപ്പൊ വന്നത് കാരവനിൽ പബ്ലിഷ് ചെയ്തിരിക്കേണ്ടത് ബുക്ക് അല്ല, ബുക്കിന്റെ ഒരു എക്സെപ്റ്റ് പ്രസക്ത ഭാഗം കാരവൻ മാഗസിനിൽ പബ്ലിഷ് ചെയ്തു, വിച്ച് മീൻസ് ഇറ്റ്സ് എ പബ്ലിഷ്ഡ് ഡോക്യുമെന്റ്. ഇനി എനിക്കറിയാം, എന്റെ ബുക്ക് സ്പൈസ് ഓൺ സ്പേസ് ISR of Fame 1998 സെപ്റ്റംബറിൽ ഇറങ്ങുമ്പോൾ ഈ ബുക്ക് മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ്, പബ്ലിഷ് ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൽ 2 പേജ് എക്സേർട്സ് വന്നിരുന്നു എന്റെ ബുക്കിന്റെ. അടുത്ത ആഴ്ച ഹിന്ദുസ്ഥാൻ ടൈംസിൽ 2 പേജിന്റെ എക്സേർട്സ് വന്നിരുന്നു. അത് പബ്ലിഷറായ കൊണാർക്ക് പബ്ലിഷേഴ്സ് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബിഫോർ ഇറ്റ് വാസ് പബ്ലിഷ്ഡ്. അപ്പം ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ പബ്ലിഷ് ചെയ്യാത്ത ബുക്കിന്റെ എക്സേർട്സ് ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുസ്ഥാൻ ടൈംസും ഒരാഴ്ചയായിട്ട് ക്യാരി ചെയ്യാണ്. അത് എന്തിനെന്ന് വെച്ചാൽ അതൊരു പ്രീ ലോഞ്ച് പബ്ലിസിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു വലിയൊരു സിനിമ വരുന്നു, സിനിമയുടെ അതിനു മുമ്പ് ചില പ്രൊമോഷൻസ് കൊടുക്കത്തില്ലേ, ചില പ്രസക്തമായ ട്രെയിലർ, അതാണ് ഈ സാധനം. അത് അപ്പൊ ടെക്നിക്കലി ചോദിക്കുകയാണെങ്കിൽ എന്റെ ബുക്കിന്റെ എക്സേർട്സ് ഹിന്ദുസ്ഥാൻ ടൈംസിലും ഇന്ത്യൻ എക്സ്പ്രസിലും വന്നപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല ടെക്നിക്കലി, കാരണം ഇറ്റ് വാസ് നോട്ട് ഇൻ ദ മാർക്കറ്റ്. അന്ന് ഈ ആമസോൺ അങ്ങനൊന്നും ഇല്ല, മാർക്കറ്റിൽ എത്തിയിട്ടില്ല. ബട്ട് അതെന്താ ചെയ്യുന്നത്, പബ്ലിഷർ ഒരു മാധ്യമങ്ങൾക്ക് വഴി കൊടുത്ത് മാധ്യമങ്ങൾക്ക് അതിൽ വാർത്തയുണ്ടെന്ന് വേണമെങ്കിൽ അവരത് ക്യാരി ചെയ്യുന്നത് ഈ ബുക്കിന്റെ പബ്ലിസിറ്റിയാണ്. അപ്പൊ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്സ്. അഗൈൻ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ കാരവൻ മാഗസിൻ. ബുക്ക് തന്നെ വേണമെന്നുണ്ടോ? പക്ഷെ അതിന്റെ ആർഗ്യുമെന്റ് ആണ് ഈ പറയുന്നത്. അതിൽ ആ ഫോട്ടോയിൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് കാരവന്റെ പേജ് അല്ലല്ലോ. അല്ല, അത് രണ്ടാമത് വെളിയിൽ വന്ന് കാണിക്കും. പാർലമെന്റിനകത്ത് വെച്ച് വായിക്കുന്ന കാരവന്റെ പേജാണ്. ഓക്കെ. പാർലമെന്റ് വെളിയിൽ വന്നിട്ട് പുള്ളി ബുക്ക് എടുത്ത് കാണിക്കുന്നു. ഈ ബുക്ക് പുള്ളിക്ക് പെൻഗിൻ ഹൗസ് വഴി കിട്ടിക്കാണും. ഇതൊക്കെ വലിയ കാര്യമാണ് ഒരു രാഷ്ട്രീയക്കാരന്. ഈ ഒരു ബുക്കിന്റെ ഓൾറെഡി അവർ പ്രിന്റ് ചെയ്ത ബുക്കാണ്, അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമൽ NOCക്കാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ബുക്ക് എഴുതി കൊടുക്കുമ്പോഴല്ല NOC കൊടുക്കുന്നത്. വൺസ് ഇറ്റ് ഈസ് എഡിറ്റിംഗും പ്രൂഫിങ്ങും ലേഔട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഫോർമൽ ലോഞ്ച് ആ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു അനുവാദം വരും. ഇറ്റ്സ് ഓൺലി എ ഫോർമാലിറ്റി. ആ ഫോർമാലിറ്റി 10-20 ബുക്കുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതിന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കൊടുക്കുന്നില്ല. കാരണം ഈ മാറ്റർ വെളി വരരുത്. ദാറ്റ്സ് എ പോയിന്റ്. അതിലുള്ള ഭാഗം കാരവനിൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഇറ്റ്സ് ഓൾറെഡി പബ്ലിഷ്ഡ്. രാഹുൽ ഗാന്ധി ബുക്ക് എടുത്ത് കാണിക്കുന്നത് രാഹുൽ ഗാന്ധി മൈറ്റ് ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം എൽസ്വെയർ. ഇനി രാഹുൽ ഗാന്ധി കവറ് കള്ളത്തരമായിട്ട് അടിച്ചുണ്ടാക്കിയെന്ന് തന്നെ വയ്ക്കുക ആണെങ്കിൽ എന്ത് കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്? ആ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കേണ്ടത് പെൻഗിൻ ഹൗസ് അല്ലേ? അവരുടെ ഇറങ്ങാത്ത ബുക്കിന്റെ കവറ് രാഹുൽ ഗാന്ധി പുറത്ത് കാണിക്കുക. കേസെടുക്കാനുള്ള റൈറ്റ് ആർക്കാണ്? റൈറ്റ് ആ പബ്ലിഷിംഗ് ഹൗസിൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്താണ് റൈറ്റ്? ഡൽഹി പോലീസിന് എന്താണ് റൈറ്റ്? എന്ത് റൈറ്റാ ഉള്ളത്? ഐ ഹാവ് പബ്ലിഷ്ഡ് എ ബുക്ക്, ഐ ഹാവ് എ പബ്ലിഷർ. ആ പബ്ലിഷർ ഒന്നുമില്ലെങ്കിൽ നരവാനയ്ക്ക് കംപ്ലൈന്റ് അല്ല, എന്റെ ബുക്ക് ഇറങ്ങിയിട്ടില്ല, ഇത് എന്റെ ബുക്ക് അല്ല എന്ന് പറയാം. നമ്മൾ ഓർക്കണം, EP ജയരാജന്റെ ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊരു കട്ടൻ കാപ്പിയും സംതിങ് എന്തൊരു ബുക്ക് ഇറങ്ങിയിരുന്നല്ലോ, പരിപ്പ് വടയും കപ്പട്ടൻ കാപ്പി എന്തോ. അതിന്റെ ഇറങ്ങുന്നതിന് മുമ്പ് DC ബുക്സിന്റെ വഴി നിന്ന് കുറെ കാര്യങ്ങൾ പുറത്തു വന്നു. അത് പുള്ളിക്ക് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുന്നതല്ല എന്ന് തോന്നിയപ്പോൾ ഹി ഡിസോൺഡ് ഇറ്റ്. എന്നിട്ട് വ്യാജമായിട്ട് DC ബുക്സ് ഇതൊക്കെ ഇറക്കിയാണെന്ന് പറഞ്ഞൊരു പോലീസ് കേസും കൊടുത്തത്. എന്നിട്ട് എന്താ പറ്റിയത്? ആ DC ബുക്സ് വെച്ചാൽ ഈ എഴുതി ഒരാളെ അവർ സ്കേപ്പ് ഗോട്ടാക്കി മാറ്റി. അപ്പോഴും പരാതി കൊടുത്ത ആരാണ്? പരാതി വാസ് ലോഞ്ച്ഡ് ബൈ EP ജയരാജൻ. അത് നടപടിയെടുക്കുന്ന DC ബുക്സ് എടുക്കുകയും അതിലെ ഒരു ഉദ്യോഗസ്ഥനെ അവർ പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറയും ഞങ്ങൾ EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങളല്ല.
കാര്യങ്ങളൊന്നും അല്ല വന്നതെന്ന് പുറത്തു വന്നു. അത് ടു സേഫ് ഗാർഡ് ഇ പി ജയരാജൻ അല്ലായിരിക്കാം. പക്ഷെ അതിന്റെ റൈറ്റ് ആർക്കാണ്? റൈറ്റ് ടു ഫൈറ്റ്, റൈറ്റ് ടു ടേക്ക് ദ ലീഗൽ ബാറ്റിൽ ആർക്കാണ്? ഈസ് ഫോർ ദ റൈറ്റർ ആൻഡ് ദ പബ്ലിഷർ. ആൻഡ് വാട്ട് ഹസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? ഈ ബുക്ക് പൊക്കി പിടിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് അത്രമാത്രം അതില് വസ്തുതകളുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ചീഫാണ് പറയുന്നത്, ഇന്ത്യൻ ആർമി നിർണായക ഘട്ടത്തിൽ ഇന്ത്യയിലെ ടോപ്പ് ലീഡർഷിപ്പ് ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ, ദ ഡിഫൻസ് മിനിസ്റ്റർ, ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ബിപിൻ റാവത്ത് ആൻഡ് അജിത് ഡോവാൽ, പ്രൈം മിനിസ്റ്റർ, നാഷണൽ സെക്യൂരിറ്റി, ഇവരെല്ലാം ചതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അത് പുറത്തു വരല്. ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം വേറെ കാണും കേട്ടോ ആ ബുക്കിൽ. എനിക്കറിയില്ല, ജനങ്ങൾ അറിയരുത്. പക്ഷെ ജനങ്ങൾ അറിയല്ലേ. എന്തോ രാഹുൽ ഗാന്ധിയെ അവിടെ തടഞ്ഞതിനും ഈ ഒരു വിഷയം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തതിന്റെയും ഒരേ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പുറത്ത് പറയാൻ ആഗ്രഹിച്ച സാധനം ഒരു കാലത്തും ജനങ്ങൾ അറിയരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രാമ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ വിഷയത്തെ ഈ കേസിലേക്കൊക്കെ വലിച്ചു നീട്ടുന്നതും. ഇതാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ എന്താണ് ആർഗ്യുമെന്റ് എന്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് നിങ്ങളെ തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ രൂപത്തിലുള്ള വൈക്കോല് കൊണ്ടൊരാളെ ഉണ്ടാക്കിയിട്ട് അതിനെ ഇടിച്ച് താഴെയിടും. ഞാനും നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നു, എനിക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പകരം ഒരു വൈക്കോലിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് കൈ കൊട്ടിച്ചിരിക്കും, ഹാ എന്ന് പറയും. ഇവിടെ യഥാർത്ഥ ഇഷ്യൂ എന്താണ്? നരവാനെ പറഞ്ഞ കാര്യം സത്യമാണോ? സത്യമാണെങ്കിൽ these persons, including the Prime Minister of India, Ajit Doval, the Foreign Affairs Minister and the Defense Minister, they are all responsible. അല്ലേ? അയാൾ പറഞ്ഞ അല്ലെങ്കിൽ കള്ളം പറഞ്ഞതിന് നരവാനക്കെതിരെ കേസ് എടുക്കണം. അല്ലാതെ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുക എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇഷ്യൂവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇവർക്ക് ധൈര്യമില്ല. They know they would fail. അത് യുദ്ധത്തിന് പോലും തയ്യാറല്ല. പകരം സ്ട്രോമാൻ ഫാലസിയിൽ വേറെ ഒരു സാധനമുണ്ട്, അതിനെ ഇടിച്ചിട്ടുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ദ അറ്റാക്ക് ഈസ് നൗ ടുവേഴ്സ് രാഹുൽ ഗാന്ധി. ഇത് കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളുകൾക്കെതിരെ അല്ല, അത് പറഞ്ഞ ആളിനെയാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതെ സർ, തീർച്ചയായിട്ടും. അത് നമ്മുടെ മീഡിയ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേരളം ഞാൻ നോക്കുമ്പോൾ ഒരു മീഡിയം ഇത് യഥാർത്ഥ പിക്ചർ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ടിങ് സംതിങ് എൽസ്. ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടുകൊണ്ട് വേറൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാ മീഡിയാസും ശ്രമിക്കുന്നത്. അതെ, രാഷ്ട്രീയമാണെങ്കിലും ഇന്ത്യയുടെ പട്ടാള മേധാവി, ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം പട്ടാളത്തെ നിർണായക ഘട്ടത്തിൽ ചതിച്ചു, വഞ്ചിച്ചു, ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന് രാഷ്ട്രീയമൊന്നുമല്ല. അത് ഇന്ത്യൻ ജനതയുടെ പൊതുബോധത്തിലേക്കാണ് അത് ആ പ്രശ്നം വിരൽ ചൂണ്ടുന്നത്.